നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഏറ്റവും കൂടുതലുള്ളത് പ്രായമുള്ള ആൾക്കാരാണ്. ഇവർക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖമാണ് ഡിമെൻഷ്യ. അപ്പം മറവി എന്ന് പറയുന്നത് സാധാരണമല്ല ചിലപ്പോഴെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരു പ്രായമുള്ള ഒരാൾ എപ്പോഴും ഒരേ ചോദ്യം വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ വിലപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെയെങ്കിലും വെച്ച് മറക്കുന്നു. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൂടെ കേൾക്കണം. മറ്റ് ചില രോഗലക്ഷണങ്ങൾ. അടുത്ത രോഗലക്ഷണമാണ് വഴിതെറ്റിപ്പോകുന്നു. അതായത് പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വഴിതെറ്റിപ്പോകും. എന്നിട്ട് അവർക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് തിരിച്ചു വരേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. അവരെങ്ങനെ അവിടെ എത്തിയെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ ചിലപ്പോൾ അവർക്ക് വീടിൻ്റെ ഉള്ളിൽ മുറികൾ തന്നെ ചിലപ്പോൾ മാറിപ്പോകാം. അവരുടെ മുറിയാണെന്ന് പറഞ്ഞ് വേറെ ആൾക്കാരുടെ മുറിയിൽ ചെല്ലാം. പിന്നെയുള്ളതാണ് അവരിപ്പോൾ ഒരു റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ കാര്യം അവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണം, ഇപ്പോൾ അവർക്ക് ആ ചോറും കറിയും ഉണ്ടാക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ആ സീക്വൻസ് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചോറിൻ്റെയും കറിൻ്റെയൊക്കെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാം, കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ ഒരു സംഭവം. പിന്നെയുള്ളത് അവർക്ക് എല്ലാ മാസത്തിലെയും ആ ബില്ലുകളും കാര്യങ്ങളും അങ്ങനത്തെ പൈസ സംബന്ധമായിട്ടുള്ള ആ ക്രയവിക്രയങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയുണ്ടോ? അതുമല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം. ഉദാഹരണം, അവർ പണ്ടത്തേക്കാളും വളരെ റൂഡായി പെരുമാറുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റബിൾ ആണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ സസ്പിഷൻ സംശയത്തോടെയാണ് അപ്പം അവർ ഈവൻ കുട്ടികളോട് പോലും പെരുമാറുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ മറ്റൊരു രോഗലക്ഷണം കേട്ടോളൂ. മറ്റൊരു രോഗലക്ഷണമാണ് നമ്മുടെ ഈ സ്വന്തം കാര്യം പോലും, അതായത് സ്വന്തം കാര്യം, ഡെയിലി ലിവിങ്ങിനുള്ള കാര്യം ആ, ബാക്കിയുള്ള ആൾക്കാരോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ഡ്രസ്സ് മാറുക, ഭക്ഷണം കഴിക്കുക, ഈ കാര്യങ്ങളെല്ലാം നിർബന്ധിക്കേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെ ഉണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഉം. ഇത് ഡിമെൻഷ്യയുടെ രോഗലക്ഷണമാകാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ മാനേജ്മെന്റ് ചെയ്യുക. അപ്പോൾ ഈ റീൽ ഒന്ന് ഷെയർ ചെയ്യും. താങ്ക് യു.